കുറിച്ചുള്ള കഥയുമായി മനുഷ്യന്റെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് ചൈത്രയാത്ര തുടരുന്നു. താരജാതകം. വളരെ നല്ല സീരിയലാണ്. എല്ലാവരും കുടുംബസമേതം കണ്ടിരിക്കേണ്ട സീരിയലാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ സീരിയൽ കണ്ടിരിക്കണം. ചേച്ചി, ഈ പാരജാതക സീരിയലിലെ നടനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഈ സീരിയൽ ഒരു വിജയം തന്നെ അല്ലേ? ചാച്ചി, എങ്ങനെയുണ്ട് ചേച്ചി സീരിയല്? എന്തായി പറയുന്നു? എനിക്ക് ഇവിടെ തന്നെ ചടഞ്ഞുകൂടി ഇരുന്നാ മതിയോ? ഒന്നും രണ്ടുമല്ല, കോടികൾ കൊണ്ടുള്ള ബിസിനസ് അല്ലേ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നീ എങ്ങോട്ടാ പോകുന്നത്? മലയാളത്തിൽ പറഞ്ഞാ മതി. ജോലിയുടെ ആവശ്യമായിട്ട് എനിക്ക് UK വരെ ഒന്ന് പോകണം. ഓ, UK, യുണൈറ്റഡ് കിങ്ഡം. ഉച്ചക്കട ജംഗ്ഷൻ ചന്തകുടുന്ന ദിവസം ഇപ്പൊ പോയാൽ നല്ല ബിസിനസ് ആയിരിക്കും. നിനക്ക് അരുണ എവിടെ? വല്ല കല്ലിന്റെ ഇടയിൽ കാണും. അരുണയല്ല, നിന്റെ ഭാര്യ അരുണ എവിടെയെന്ന്. ഭർത്താവ് കോടികളുടെ ബിസിനസിന് പോകുമ്പോൾ ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ അവളെ കണ്ടില്ലല്ലോ. എവിടെടാ അവൾ? അവൾക്ക് 100 കൂട്ടം ജോലികളാണകത്ത്. നല്ല വഴിക്കിറങ്ങുമ്പോ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ചില ക്ഷുദ്രജീവികൾ കാണും. അതുകൊണ്ട് നീ മറക്കരുത് മോനെ. ബി കെയർഫുൾ. മനസ്സിലായില്ല? വരുമ്പോ ഒരു പുള്ളുമായിട്ട് വരാൻ. പുള്ളുമടിച്ച് വാളും വെച്ച് കിടക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? എന്റെ മോൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത ഈ കുടുംബം നോക്കുന്നത് അറിയോ? ഓഹോ, ഞാനിപ്പോ കാറ്റുപോയ ബലൂൺ പോലെയാണല്ലോ. നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ചു ഇവിടെ കഴിയുന്നത് വേറൊന്നും കൊണ്ടല്ല. പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ മടിയായിട്ടാ. ഇതാ നിങ്ങളുടെ കുഴപ്പം. ജെപി, നീ ഈ മരമോടിന്റെ വാക്കും കേട്ട് നിൽക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്ക്. ഇതാക്കി ഏതാക്കി? പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല. അങ്ങനെ എനിക്ക് പുതിയൊരു നാമം കൂടെ കിട്ടി. പട്ടി. ഇവരെയൊക്കെ ചാണാൻ മുക്കിയ ചൂല് കൊണ്ടടിക്കണം. മേനോനെ, എന്റെ ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയേനെ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവക്ക് എന്നോട്. അപ്പൊ ഞാനോ? ഭർത്താവെന്ന സ്ഥാനം മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി ഒന്നും. മോനി, നീ ഇതുവരെ വണ്ടി എടുത്തില്ലേ? എടുത്തു തന്നെ. മാറി നിന്നേക്കാം, ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും. അത്രയ്ക്ക് സ്പീഡാവന്. മോനെ കേപ്പി, അച്ഛനൊന്നേ പറയാനുള്ളൂ. നീ ആരുടെ മുമ്പിലും തലകുനിക്കരുത്. നീ ഒരു സിംഹക്കുട്ടിയുടെ മകനാണെന്നുള്ള കാര്യം മറക്കരുത്. ഇത് തന്നെയാ സ്കൂളിലെ ടീച്ചർമാരും എന്നോട് പറഞ്ഞത്. എന്ത്? നീ മനുഷ്യസന്ധതിയല്ലോ. ഈ തറയൊക്കെ എന്താ ഇത്ര വൃത്തികേടായി കിടക്കുന്നത്? ഇതൊന്നും തൂത്തുവരാൻ ഇവിടെ ആരുമില്ലേ? എന്റെ നടുവിനൊരു വേദന. നിങ്ങളല്ല, ഇവിടെ ഒരു കെട്ടിലമ്മയുണ്ടല്ലോ. അവളെവിടെ? അരുണേ, ഇടി അരുണേ. ആ പാവം ഇപ്പോ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. ഇനിയെങ്കിലും അത് ഉറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ടോ? എടി അരുണേ. ഓ, ഇനി കുറച്ച് താലപ്പൊലിയുമായിട്ട് വരാം അങ്ങോട്ട്. ഇവിടെ വരാൻ. എന്താടി എഴുന്നള്ളാൻ എത്രയും താമസം? അത് ആന്റിയമ്മേ, ഇപ്പൊ 11 മണിയല്ലേ ആയുള്ളൂ. സാധാരണ ഞാൻ 1 മണിക്കല്ലേ ഉറക്കം എണീക്കാറ്. ഓ, എന്തു പറഞ്ഞാലും നിന്റെ ഒരു തർക്കുത്തരം. മര്യാദയ്ക്ക് തറ തൂക്കടി.
അങ്ങനെയല്ല. ഇങ്ങനെ തൂക്കണം, ഇല്ലെങ്കിൽ ഈ പണി കൂടി ഞാൻ ചെയ്യേണ്ടി വരും. നോക്കി നിൽക്കാതെ പെട്ടെന്ന് തൂത്തു വരണേ. ഇവിടെ ആരുമില്ലേ? ആരാത്? നിങ്ങളെ മനസ്സിലായില്ല. അതുമല്ല, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ അറിയില്ല അല്ലേ? ഞാനെല്ലാം അങ്ങ് മറന്നു പറയും. നിങ്ങൾ ആരാ? എന്തിനാ ഇവിടേക്ക് വന്നത്? പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാനെങ്ങനെ വലിഞ്ഞു കയറി വന്നവനൊന്നുമല്ല. എന്റെ ശാലിനി മോളെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നതാ. ശാലിനി മോളോ? അതാരാ? കളിക്കാതെ ശാലിനി മോളെ വിളിക്കേണ്ട ടീച്ചറമ്മ. ഞാൻ ടീച്ചറമ്മയല്ല, ആന്റി അമ്മയാ. അപ്പൊ ഇത് കുങ്കുമപ്പൂവല്ലേ? അല്ല. ഇത് പാരജാതമാണ്. സോറി, ലൊക്കേഷൻ മാറി. ഇനി അവിടെ പോയിട്ട് വേണം എല്ലാം തുറന്നു പറയാൻ. ഓരോരുത്തന്മാര് വലിഞ്ഞു കയറി വന്നോളൂ. വരുന്നവനും പോകുന്നവനും കേറി മേയൻ. ഇത് പുത്തരിക്കണ്ട മൈതാനൊന്നുമല്ല, ആന്റി അമ്മയുടെ വീടാ. അല്ല, നിങ്ങൾ ഈ ബക്കറ്റ് വെള്ളവുമായിട്ട് എങ്ങോട്ട് പോകുന്നു? ഞാൻ ആ പറമ്പിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ പോകുന്നു. പുറത്ത് ഇത്രയും മഴ പെയ്യുമ്പോഴോ? ഓ, ഞാനത് ഓർത്തില്ല. മോളെ അരുണേ, ആ കൊടയിങ്ങെടുക്ക്. ഒന്ന് കേറി പോകുന്നുണ്ടോ? മരത്തലയിൽ. അച്ഛനെ അങ്ങനെയൊന്നും പറയില്ലേ ആന്റിയമ്മേ. ഒന്നുമില്ലെങ്കിലും ആന്റിയമ്മയുടെ ഭർത്താവല്ലേ അച്ഛൻ? ഭർത്താവ്? സ്വന്തം ഭാര്യയോട് ജീവിതത്തിൽ ഒരു തമാശ പോലും പറയാൻ അറിയാത്ത ഒരു ഭർത്താവ്. ഹോട്ടലാണെന്ന് കരുതി ബാർ വർഷാപ്പിൽ കയറിയ ഒറ്റുവനോട് പോകുന്നുണ്ടോ അത്? ആന്റിയമ്മേ, എന്തായാലും അച്ഛനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നീ എന്നെ ശരിയും തെറ്റൊന്നും പഠിപ്പിക്കണ്ട. പെട്ടെന്ന് ഈ തറയൊക്കെ തൂത്തുവാരിട്ട് അടുക്കള വശത്തേക്ക് ചെല്ല്. എന്നിട്ട് ആ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെല്ല്. എല്ലാ ജോലികളും കൂടെ എനിക്ക് ചെയ്യാൻ വയ്യ. ആന്റിയമ്മയുടെ ഡ്രസ്സൊക്കെ ആന്റിയമ്മ തന്നെ കഴുകിയിട്. അരുണേ, എടി, ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എടാ ഭാർഗവ, നീ എവിടെയുണ്ട്? എനിക്കിപ്പൊ നിന്നെ കാണണം. പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്നെ വിളിച്ചോ? ഞാനൊരാണിനെയാ വിളിച്ചത്. സോറി, ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കുമെന്ന്. നമസ്കാരം മേഡം. ആ, നീ വന്നോ? എടാ ഭാർഗവ, ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ. എന്ത് ജോലിയാ മേഡം? എടാ, ആ അരുണയെ തട്ടണം. അരവണ മേടിക്കണോ? എടാ പൊട്ട, അരുണയെ തട്ടണമെന്ന്. പതുക്കെ പറയണം മേഡം, ആരെങ്കിലും ഒക്കെ കേൾക്കും. അരുണയെ എങ്ങനെ കൊല്ലണം? എങ്ങനെ കൊല്ലണം? എങ്ങനെയായാലും വേണ്ടില്ല, അവൾ ഇനി ജീവിച്ചിരിക്കരുത്. അവൾ ജീവിച്ചിരുന്നാൽ എനിക്ക് ആപത്താണ്. അഡ്വാൻസ് 10 ലക്ഷമുണ്ട്. ചെക്കാണോ മേഡം? അല്ല, ലോട്ടറിയാ. അടിച്ചാൽ മൊത്തം നിനക്കാണ്. ഓക്കെ, ഇനി അരുണ ഈ ഭൂമുഖത്ത് നിന്ന് പോയതിനു ശേഷമേ ഞാൻ മേഡവും തമ്മിൽ കാണും. ഓക്കെ ഓക്കെ. ഇന്ന് മുതൽ എനിക്ക് രാജയോഗമാണ്. എടി നീച സത്വമേ, എല്ലാം ഞാൻ കേട്ടു. പാവം അരുണയെ കൊല്ലാൻ ശ്രമിക്കുന്ന നീ നാളെ എന്നെയും കൊല്ലാൻ മടിക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോകുന്നു. ലളിതാബായ്, ബൈ ബൈ. അന്നമ്മേ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം. വെള്ളം നിന്നോട് ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ആവശ്യമില്ലാത്ത അധികാരമൊന്നും എടുക്കണ്ട. ആന്റിയമ്മ ഇവിടെ ഇല്ല. എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നെങ്കിലും എന്നോട് ഇത്തിരി സ്നേഹമായി സംസാരിച്ചൂടെ? ഇന്നെന്താ പ്രത്യേകത? ചേട്ടൻ ഒരു അച്ഛനാകാൻ പോവാ. ഏത് പള്ളിയില്? തമാശയല്ല, ശരിക്കും ഒരു അച്ഛനാകാൻ പോവാ. ഞാൻ 3 മാസം ഗർഭിണിയാ. എന്താ, സന്തോഷം തോന്നുന്നില്ലേ? ഓ, ഇതിനൊക്കെ ഞാൻ സന്തോഷിക്കാൻ നിന്നാ എന്നും എനിക്ക് സന്തോഷിക്കാനേ നേരം കാണും. എന്താ രണ്ടുപേരും തമ്മിലൊരു കളിയും ചിരിയും? ഓ, അവളൊരു തമാശ പറഞ്ഞു. എന്ത് തമാശ? അവള് ഗർഭിണിയാണ്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ കരുതി മനസ്സിലായില്ല.
അരുണ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ അവളുടെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ടുണ്ട്. നീ ആരുടെ കാര്യമായി പറയുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് കൊല്ലാൻ പറഞ്ഞില്ല അരുണ അവളുടെ കയ്യും കാലും അടിച്ചോടിച്ചിട്ടുണ്ടെന്ന്. കളവ് പറയാതെ പോടാ ഇവിടുന്ന്. അമ്മാണ്, നിന്നാണ്, എന്നാണ്, ദേവിയാണ്, ഗണപതി, ഭഗവതിയാണ്, സൗരാണ്, മുരുകനാണ്, ഞാൻ അവളുടെ കയ്യും കാലും അടിച്ചോടിച്ചിട്ടുണ്ട്. ഞാൻ പറയണ കള്ളമാണെങ്കിൽ മേഡത്തിന് തല പൊട്ടി തെറിച്ചു പോട്ടെ. ഇവിടെ അവളിവിടെ കുതിര പോലെ ഓടി നടക്കുന്നു. പിന്നെ ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ആരെ ആന്റിയമ്മ അവിടെ? ഇതാര്? അപ്പൊ ഞാനവിടെ കയ്യും കാലം അടിച്ചോടിച്ചിട്ടത്? അത് എന്റെയാ. പാവമാം കൃഷ്ണമൃഗത്തിനെ എന്തിനാ കാട്ടാള നീതി കൊണ്ടമ്പെയ്തൊടുക്കി നീ ആരെയും നോവിച്ചിടാത്തൊരീഴയെ കൊല്ലുവാനല്ല നീ പോരാളിയായതും. അപ്പൊ ഇതാര്? ഞാൻ അരുണയാ. അപ്പൊ ഇതോ? ഞാൻ സീമ. ഞങ്ങൾ ഇരട്ടകളാ. പക്ഷെ ഇതൊരു പാരട്ട പരിപാടിയായി. അരുണ, ഞാൻ ഗർഭിണിയാ. നീ ഒരു കുഞ്ഞമ്മയാവാൻ പോവാ. എടി വഞ്ചകി. കേപ്പിയോടും ആന്റിയമ്മയോടും പ്രതികാരം ചെയ്യാൻ നീ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഗർഭിണിയാണെന്നോ? എടി അരുണെ, ജെപിയോട് കലിമൂത്ത് പ്രതികാരം ചെയ്യാൻ തന്നെയാ ഞാൻ ഇവിടെ വന്നത്. പക്ഷേ വന്ന അന്ന് തന്നെ ജെപി എന്നോട് പ്രതികാരം ചെയ്തടി. നിനക്കിപ്പോ സുഖമായല്ലോ. 4-5 വർഷം ഈ ഗർഭത്തിന്റെ പേരും പറഞ്ഞിരിക്കാമല്ലോ. കയ്യും കാലും ഒടിഞ്ഞ് എന്നെ ഇനി ആർക്ക് വേണം? ഞാൻ പോവാ. എടി അരുണേ, അരുണേ, ഞാൻ പറയുന്നു കേക്ക്. അരുണെ വേദനിപ്പിച്ചിട്ട് എനിക്ക് ഒരു ജീവിതം വേണ്ട. ഞാനും പോവാ. ഞാനും വരുന്നു. ജെപി, നീ എവിടെ പോകുന്നു? ഇനി ഞാൻ ഈ വീട്ടിൽ കഴിയുന്നില്ല. ജെപി, എന്റെ ഭാര്യമാരെ നിങ്ങൾ കൊല്ലാൻ നോക്കിയില്ലേ? എന്റെ അച്ഛനെ നിങ്ങൾ അടിച്ചു പുറത്താക്കിയില്ലേ? ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല. ബടി, നിന്റെ പേരെന്ന് പറഞ്ഞു? സീമ. അപ്പൊ ഇതാരണ കുഴപ്പമില്ല. വാ പോ. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയടാ. ഇനി ഞാൻ എന്തിനാ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഞാനും പോവാ. വേണം, എന്നെ തിരിച്ചു വിളിക്കാൻ നോക്കണ്ട. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. വേണം, വേണം. എല്ലാവരും പോയി. അപ്പൊ ഈ വീട് എനിക്ക് സ്വന്തം. വീട് ഭാർഗവന് കിട്ടുമോ? ഇത് ഭാർഗവീ നിലയമാകുമോ? ജെപിയും ആന്റിയമ്മയും തിരിച്ചു വരുമോ? സീമ അടുത്ത വാവിനെങ്കിലും പ്രസവിക്കുമോ? ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ആരജാതകം പ്രേക്ഷകരുടെ സമനില തെറ്റിക്കുന്നു. ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി പ്രതികാരത്തിന്റെ തീക്കനലുമായി അവൻ വരുന്നു. മലയാളം സീരിയൽ ആക്ഷൻ ഹീറോ. പ്രതികാരദാഹവുമായി ഞാനെത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ചാണാൻ മുക്കിയ ചൂല് കൊണ്ടടിക്കണം. പ്രതികാരത്തിന്റെ ചാണകം മുക്കിയ ചൂലുമായി അവൻ വരും. അടുത്ത ആഴ്ച, അതിന്റെ പിന്നത്തെ ആഴ്ച, അങ്ങനെ ഒരുപാട് ആഴ്ചകൾ. മനസ്സിനെ സ്വയം നിയന്ത്രിച്ചിരുന്ന് കാണുക. ഭാരജാതകം.